കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റത്തിൽ അന്തിമ ധാരണയായില്ല. 2028 വരെ തുടരാൻ അനുവദിക്കണമെന്ന് സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. ഇന്നലത്തെ ചർച്ചയും ഐക്യ സന്ദേശവും താൽക്കാലികം മാത്രമെന്നാണ് DK ക്യാമ്പിന്റെ പ്രതികരണം. അടുത്ത തെരഞ്ഞെടുപ്പോടെ DK ശിവകുമാറിന് പൂർണ്ണ അധികാരം കൈമാറാൻ എന്നാണ് സിദ്ധരാമയ്യയുടെ വാഗ്ദാനം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ്. ആദിൽ പാലോട്, മുഖ്യമന്ത്രി മാറ്റം അത് ഉടനില്ല എന്നുള്ളതാണോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? DK ഇനിയും കാത്തിരിക്കാൻ തയ്യാറാണോ? ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുകയാണ് സുജയ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇന്നലെ രണ്ടുപേരും ഒരു പ്രാതൽ ഒരുമിച്ച് കഴിക്കുകയും ചർച്ച നടത്തുകയും അതിനുശേഷം ഐക്യത്തോടെ നീങ്ങും, ഗ്രൂപ്പുകളി ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു ഐക്യ സന്ദേശം, അത് താൽക്കാലികം മാത്രമാണ് എന്നാണ് DK ക്യാമ്പ് അവകാശപ്പെടുന്നത്. സിദ്ധരാമയ്യയുടെ ആവശ്യമാകട്ടെ 2028, അതായത് ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കും വരെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ താൻ പൂർണ്ണമായ അധികാരം, പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാം അധികാരം DK ശിവകുമാറിന് നൽകാം. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി മുഖമായി ഉയർത്തിക്കാട്ടുന്നതിലും തനിക്ക് എതിർപ്പില്ല എന്നുള്ളതാണ് സിദ്ധരാമയ്യ പറയുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ DK ക്യാമ്പിലെ MLA മാർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇത് സംബന്ധിച്ച അവ്യക്തതകൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അവസാന വാക്ക് എന്താണ് എന്നറിയണം എന്നാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം അറിയണമെന്നാണ് DK ക്യാമ്പ് പറയുന്നത്. അതിനിടെ രണ്ടുപേരെയും ചർച്ച ബാംഗ്ലൂരുവിൽ തന്നെ നടത്തിയാൽ മതി എന്ന് നിർദ്ദേശം നൽകിയത് രാഹുൽ ഗാന്ധിയാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാകട്ടെ, പാർലമെന്റ് സമ്മേളനം തുടങ്ങുകയാണ് നാളെ. അതിനിടെ രണ്ട് നേതാക്കളും ദില്ലിയിലേക്ക് വന്നൊരു ചർച്ചയിലേക്കൊക്കെ പോയാൽ അത് വലിയ വാർത്തകളായി മാറും. ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകും. പാർലമെന്റിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വിമർശനങ്ങളൊന്നും വാർത്തയാകാതെ പോകും. അതുകൊണ്ടാണ് ദില്ലിയിലേക്ക് വിളിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്ന വിവരവും പുറത്തുവരികയാണ്. ഏതായാലും ചർച്ചകൾ തുടരും. ഇപ്പോൾ ചെറിയ രൂപത്തിലൊരു ആശ്വാസം, ഒരു ഐക്യ സന്ദേശം ഉണ്ടെങ്കിലും അത് താൽക്കാലികം മാത്രമായിരിക്കും, ശാശ്വതമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ അങ്ങോട്ട് ആശ്വസിക്കാറായിട്ടില്ല എന്ന് ചുരുക്കം. താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കർണാടകയിലെ സമവായം അതൊരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ മാത്രമാണ്.